ഹായ് എവ്രിവൺ, അർബെക്സ് ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർബെക്സ് പൈലറ്റ് ആൻഡ് ഏവിയേഷൻ അക്കാഡമിയിലെ ഏവിയേഷൻ ട്രെയിനർ ജീന മാം ആണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത്. വെൽക്കം ജീന മാം. ഹായ് മാം. ഏകദേശം 5 വർഷമായിട്ട് മാം ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ. അതെ. അപ്പം മാമിന്റെ ഒപ്പീനിയനിൽ ഈ സ്റ്റുഡൻസ് എയർപോർട്ട് ജോബ് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാൻ കാരണം? ഈ എയർപോർട്ട് ജോബ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അതർ ഫീൽഡ്. ഒരു ഓഫീസ് സ്പേസിൽ ഇരുന്ന് ചെയ്യുന്ന ഒരു ജോലിയല്ല എയർപോർട്ടിലെ ജോലി. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ഒരു സ്റ്റേഷനിൽ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന പേപ്പർ വർക്ക് തൊട്ട് ആ ഫ്ലൈറ്റ് ആ സ്റ്റേഷനിൽ നിന്ന് ഡിപ്പാർട്ടായി പോയി കഴിഞ്ഞതിന് ശേഷം വരെയുള്ള ഡോക്യുമെൻറ്റേഷൻ വരെയാണ് ഒരു കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു എയർലൈൻ സ്റ്റാഫിൻ്റെ ജോലി എന്ന് പറയുന്നത്. പിന്നെ ഡെയിലി ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പലരും പല രാജ്യത്തു നിന്നുള്ളവരാണ്, പല കൾച്ചറിൽ നിന്നുള്ളവരാണ്, പല ലാംഗ്വേജ് സംസാരിക്കുന്നവരാണ്. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ എന്നൊക്കെ പറയുമ്പം കുറച്ചും കൂടെ സ്റ്റാഫിന് ഒരു കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. മാം ഏകദേശം 5 വർഷമായിട്ട് ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ. മാമിന്റെ ഒപ്പീനിയനിൽ സ്റ്റുഡൻസ് എന്തുകൊണ്ടാണ് എയർപോർട്ട് ജോബ് ചൂസ് ചെയ്യാൻ കാരണം? ഈ എയർപോർട്ട് ജോബ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അതർ ഫീൽഡ്. സാധാരണ ഒരു ഓഫീസ് സ്പേസിൽ ഇരുന്ന് ചെയ്യുന്ന ഒരു ജോലി പോലെയല്ല ഒരു എയർപോർട്ടിലെ ജോലി. ഒരു ഫ്ലൈറ്റ് ഒരു സ്റ്റേഷനിൽ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന പേപ്പർ വർക്ക് തൊട്ട് ആ ഫ്ലൈറ്റ് ആ സ്റ്റേഷനിൽ നിന്ന് ഡിപ്പാർട്ടായി പോകുന്നത് വരെയുള്ള ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സാണ് ഒരു എയർലൈൻ സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ചെയ്യുന്നത്. പിന്നെ പല രാജ്യത്തു നിന്നുള്ള, പല കൾച്ചറിൽ നിന്നുള്ള, പല ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരുപാട് ആളുകളെ ഡെയിലി മീറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് കൂടും. ഓക്കെ മാം. മാം, അതുപോലെ തന്നെ ഇത്രയും സ്റ്റുഡൻസ് ഈ ഏവിയേഷൻ ഫീൽഡ് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി ഈ ഏവിയേഷൻ ഫീൽഡ് ഓഫർ ചെയ്യുന്നുണ്ടോ? തീർച്ചയായും 100% ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം എയർപോർട്ടിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇപ്പോൾ ലോഡ് കൺട്രോളർ, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസി, കാർഗോ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ റാം ഹാൻഡ്ലിംഗ് ഏജൻസി, മാർഷൽസ്, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റ് ഒരു എയർപോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. മാം, അതുപോലെ തന്നെ ഒരു സ്റ്റുഡന്റ് ഏവിയേഷൻ പ്രൊഫഷണൽ ആയി കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത്? അവർക്ക് ഒത്തിരി ക്വാളിറ്റീസ് വേണം. അവർക്ക് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം, അതുപോലെ ടൈം മാനേജ്മെന്റ്, ടീം നന്നായിട്ട് ലീഡ് ചെയ്യാൻ പറ്റണം, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കണം, പിന്നെ വെൽ ഡ്രസ്സിങ് ആയിരിക്കണം, അതുപോലെ തന്നെ വെൽ ഗ്രൂംഡ് ആയിരിക്കണം. ഈ ഗ്രൂമിംഗ് എന്ന് പറയുന്നത് എയർപോർട്ട് ജോലിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ആസ് എ പാസഞ്ചർ നമ്മളൊരു എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നവരെ യൂഷ്വലി നമ്മളൊരു എയർലൈൻ സ്റ്റാഫിനെ ആയിരിക്കില്ലേ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എയർലൈൻ സ്റ്റാഫിനെ മീറ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റാഫ് നല്ലപോലെ ഡ്രസ്സ് ചെയ്ത്, നല്ലപോലെ മേക്കപ്പ് ചെയ്ത്, നല്ല ഗ്രൂംഡ് ആയിട്ട് അവർ നിന്നാൽ അത് ഈ പാസഞ്ചറിൻ്റെ ഒരു പോസിറ്റീവ് ഫീലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ. അതുകൊണ്ടാണ് ഒരു എയർപോർട്ട് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഏവിയേഷൻ ഫീൽഡിൽ ഗ്രൂമിങ്ങിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൻ്റെ കാര്യം. ഓക്കെ മാം. മാം, അതുപോലെ തന്നെ ഏവിയേഷൻ കോഴ്സ് പഠിച്ചിറങ്ങിയ ഒരാൾക്ക് ഉടനെ തന്നെ ജോലി കിട്ടുകയാണെങ്കിൽ അയാളുടെ പ്രൊഫഷണൽ ഗ്രോത്ത് എങ്ങനെയായിരിക്കും? ഏവിയേഷൻ പ്രൊഫഷണലിൻ്റെ ഒരു എൻട്രി ലെവൽ എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ പിന്നീടുള്ള അവരുടെ ജോലി എന്ന് പറയുന്നത് അവരുടെ പെർഫോമൻസ് അനുസരിച്ചാണ്. സോ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ പെർഫോമൻസ് നന്നായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ ആൾക്ക് പ്രൊമോഷൻ കിട്ടി ടീം ലീഡർ ആവാം, ഡ്യൂട്ടി ഓഫീസർ ആവാം, ഡ്യൂട്ടി മാനേജർ ആവാം. ആ ടീമിൻ്റെ ഹയർ അതോറിറ്റിയിൽ വരെ ആ സ്റ്റാഫിന് എത്താൻ സാധിക്കും. കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഒരാൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അവർക്കൊരു പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ പോളിഷ് ചെയ്യാൻ റെഡി ആയിരിക്കണം. താങ്ക് യു മാം. അപ്പോൾ ഏവിയേഷൻ ഫീൽഡിൽ ഒരു കാരിയർ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ജീന മാം ഇവിടെ പ്രൊവൈഡ് ചെയ്തത്. നിങ്ങൾക്കും ഏവിയേഷൻ ഫീൽഡിൽ അല്ലെങ്കിൽ എയർപോർട്ട് ഫീൽഡിൽ ഒരു കാരിയർ സെക്യൂർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അർബെക്സ് പൈലറ്റ് ആൻഡ് ഏവിയേഷൻ അക്കാഡമിയുമായി കോൺടാക്ട് ചെയ്യുക. താങ്ക് യു മാം. താങ്ക് യു.